ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭ. ഇവിടെ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. മന്ത്രിസഭയുടെ ഘടന പരിശോധിച്ചാൽ 21 അംഗ മന്ത്രിസഭയിൽ 12 പേർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനല്ല. 12 അംഗങ്ങൾ ന്യൂനപക്ഷമാകുമ്പോഴും ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കരുത് എന്ന് മാത്രമേ എനിക്ക് മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു, സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ് ആദ്യം പോയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ആദ്യം പോയത് ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണുന്നതിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തിണ്ണ നിറങ്ങൽ പ്രയോഗം അത് SNDP NSS നേതൃത്വത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മനസ്സിലാക്കും. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായ നേതാക്കളോടുള്ള ഈ ശത്രുതാപരമായ സമീപനം, ആ സമീപനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ശബരിമല നാമജപ പ്രതിഷേധത്തിലെ കേസുകൾ, ആ കേസുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാടും സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വർണക്കൊള്ളയിൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നും സൂചിപ്പിച്ചിട്ടില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ, അതോ ആ നിലപാട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായതോടുകൂടി അത് മാറ്റിവെച്ചു? അന്നത്തെ ഈ സ്വർണക്കൊള്ളയുടെ കാലത്ത് ആ സംഭവത്തിൽ അന്നത്തെ സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള ബന്ധം, ആ ബന്ധവും കൂടി അന്വേഷണത്തിൽ വരണം. സിൽവർ ലൈൻ ഇന്നലെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ആ കാലത്ത് അതിനെതിരായിട്ട് ശക്തമായിട്ട് സമരത്തിലുണ്ടായിരുന്ന ആളുകളാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.